ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ എണ്ണം 50 നിജപ്പെടുത്താനുള്ള നിർദ്ദേശം മയപ്പെടുത്തി മോട്ടോർ വാഹന വകുപ്പ്. ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെയും അപേക്ഷകരുടെയും പ്രതിഷേധത്തെ തുടർന്നാണ് നടപടി. സ്ലോട്ട് ബുക്ക് ചെയ്ത മുഴുവൻ അപേക്ഷകർക്കും ടെസ്റ്റ് നടത്താൻ ജില്ലാ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർക്കും നിർദ്ദേശം നൽകി. ഇന്നലെ വൈകിട്ട് ചേർന്ന ഉന്നതതല യോഗത്തിന് പിന്നാലെയാണ് ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ എണ്ണം 50 നിജപ്പെടുത്തി ഉത്തരവിറങ്ങിയത്. അപേക്ഷകരും ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും ടെസ്റ്റിംഗ് കേന്ദ്രത്തിലെത്തിയതോടെ ആദ്യമെത്തിയ 50 പേർക്ക് മാത്രമേ അവസരം നൽകൂ എന്ന് RTO ഉദ്യോഗസ്ഥരും നിലപാടെടുത്തു. ഇതോടെ പ്രതിഷേധമായി ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും രംഗത്തെത്തി. ഒരു ദിവസം കൊണ്ട് മാത്രം മന്ത്രി തീരുമാനം എടുത്ത് നടപ്പാക്കുന്ന ഈ കാര്യം നടപ്പിലാക്കുന്നതല്ല. ഈ പാവപ്പെട്ട ഡ്രൈവിംഗ് സ്കൂളുകാരെല്ലാം എല്ലാവരും നികൃഷ്ട ജീവികളെ പോലെ അദ്ദേഹം കാണുന്നത് വളരെ മോശമായ കാര്യമാണ്. അപ്പോൾ ഈ ഇത്രയും വർഷമായിട്ട് 10-25 വർഷമായിട്ട് ഈ ഫീൽഡിൽ കുട്ടികളെ വളർത്താനായിട്ട് ഉള്ളവരുണ്ട്. അവരൊക്കെ ഇനി എവിടെ പോകണമെന്നാണ് മന്ത്രി പറയണം? മരിക്കണമെന്നാണ്. ഞങ്ങൾ ഏത് നിയമങ്ങളും അനുസരിക്കില്ല ഞങ്ങൾ പറയുന്നില്ല. ഒരു രാത്രി പറയണം പിറ്റേ ദിവസം രാവിലെ നിങ്ങൾക്ക് ടെസ്റ്റ് നടത്താൻ 50 പേർക്ക് മാത്രമേ വരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഏതായിരുന്നാലും അതിൻ്റെ പ്രായോഗിക അവസ്ഥ കാര്യം അവർക്കൊന്നും നഷ്ടപ്പെടാനൊന്നുമില്ല. ഞങ്ങൾക്ക് ഈ ടെസ്റ്റ് നടത്തി ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ഞങ്ങളുടെ കുട്ടികളുടെ ജീവിതം ഞങ്ങൾ പോകുന്നത്. പ്രതിഷേധ സമരം ശക്തമായതോടെ നിലപാടിൽ നിന്ന് ഗതാഗത വകുപ്പ് പിന്നോട്ട് പോയി. നിലവിൽ സ്ലോട്ട് ലഭിച്ച എല്ലാവർക്കും ടെസ്റ്റിൽ പങ്കെടുക്കാമെന്ന് ഗതാഗത വകുപ്പ് ഉത്തരവിറക്കി. അത് സ്വാഗതാർഹമായ കാര്യമാണ്. പക്ഷേ ഈ 50 എന്ന് പറഞ്ഞത് ഏപ്രിൽ മാസം 30 വരെ 120 സ്ലോട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇന്നൊരു ദിവസത്തേക്ക് മാത്രമായിട്ട് അങ്ങനെ നടത്തിയാൽ പറ്റത്തില്ല. ഇന്ന് സ്ലോട്ട് എടുത്തിട്ടുള്ള ഏപ്രിൽ മാസം 30 വരെ സ്ലോട്ട് എടുത്തിട്ടുള്ള എല്ലാ കുട്ടികൾക്കും അത് അനുവദിക്കണമെന്നാണ് പറഞ്ഞത്. ഇതിന്റെ സർക്കുലർ പറഞ്ഞിട്ടുള്ളത് മെയ് മാസം 1 മുതൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ പുതിയ രീതി വരുന്നത് അതും ഇതിലുള്ള സൗകര്യങ്ങളൊന്നും ഇതുവരെ ഒരുക്കിയിട്ടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്ന് മാത്രമല്ല എല്ലാ ദിവസവും അതായത് ഏപ്രിൽ മാസം 30 വരെ പരിവാഹൻ സൈറ്റ് പ്രകാരം നിങ്ങൾക്ക് പരിശോധിച്ചാൽ കാണാൻ പറ്റും. ഈ 120 പേപ്പർ അനുവദിച്ചിട്ടുണ്ട്. അവരെ അനുവദിക്കാത്ത പക്ഷം വീണ്ടും സമര നടപടികളായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. എന്നാൽ ഉത്തരവ് തങ്ങൾക്ക് ലഭിച്ചതിന് ശേഷം മാത്രമേ ടെസ്റ്റ് നടത്തുവാൻ സാധിക്കുകയുള്ളൂ എന്ന് ഉദ്യോഗസ്ഥരും നിലപാടെടുത്തു. ഇതോടെ വീണ്ടും വാക്കേറ്റമായി. തുടർന്ന് ഗതാഗത വകുപ്പിൽ നിന്നുള്ള ഉത്തരവ് ലഭിച്ചതിന് പിന്നാലെയാണ് ഡ്രൈവിംഗ് ടെസ്റ്റുകൾ പുനരാരംഭിച്ചത്. ഒരു സ്ലോട്ടിൽ 120 മുതൽ 140 വരെ അപേക്ഷകരാണ് ടെസ്റ്റിനായി എത്തുന്നത്. ഇത് നിർത്തലാക്കിക്കൊണ്ട് ആദ്യമെത്തുന്ന 50 പേർക്ക് മാത്രമായി നിജപ്പെടുത്തി ഉത്തരവിറക്കുകയായിരുന്നു. ജനം, തിരുവനന്തപുരം.